ഇവരുടെ പ്ലാൻ എന്ന് വെച്ചാൽ ആ മിനിറ്റ്സ് ബുക്ക് അതിന്റെ ഭാഗമായി അവർ കീറിക്കളഞ്ഞു. അപ്പൊ ഇനി സുഗതന് കോടതി പോകുമ്പോൾ എളുപ്പമാണ്. ആ മിനിറ്റ്സ് ബുക്ക് ഇതിന്റെ ഭാഗമായി മിനിറ്റ്സ് ബുക്ക് കീറിക്കളഞ്ഞിട്ടുണ്ട്. അപ്പൊ വളരെ ബുദ്ധിപരമായി മിനിറ്റ്സ് ബുക്ക് കീറിക്കളഞ്ഞ് സുഗതനെ ഇറക്കാൻ ഇവിടെ നമ്മുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതന് ഈ കൗൺസിൽ ഇറങ്ങി വരത്തില്ല. കാണിച്ചു തരാം. സുഗതന് വേണ്ടി അറ്റൻഡൻസ് ബുക്ക് ഒപ്പിടാതെ മാറ്റി വെച്ചിരുന്നു. നമ്മളത് കണ്ടുപിടിച്ച് അറ്റൻഡൻസ് നമ്മൾ ഇട്ടു. മേയറാണ് സ്റ്റാർട്ട് ചെയ്തത്. സാധാരണ സഭ്യമായി സഭ കൊണ്ടുവരേണ്ട മേയർ ഇത് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അവിടെ വന്നിട്ട് ചെമ്പനന്തി ഉദയൻ എന്ന് പറയുന്ന വേറെ വാക്ക് പറയുന്നത് കൗൺസിലറാണ്. സ്ത്രീകൾ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ പെങ്ങന്മാരെ കയറി പിടിക്കാൻ അവനാണ് കൊച്ചു കുട്ടികളെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത്. ദേഹത്തെ പിടിച്ചു. നിങ്ങൾ വീഡിയോ നോക്കൂ. മേയറാണിത് മൊത്തം ചെയ്തിരുന്നത്. വെള്ളം കൂടി ഒഴിക്കും. എന്താ കാണുന്നത്? പിന്നെ അവരുടെയൊക്കെ ഈ ബീഹാറിലെ യുപിയിലെ അഹങ്കാരം അവരുടെ ആൾക്കാർ അവരുടെ വീട്ടിൽ കാണിച്ചാൽ മതി. ഇവിടെ UDF കൗൺസിലേഴ്സിന്റെ സ്ത്രീകളുടെയും കൗൺസിലേഴ്സും ഇങ്ങനെ തട്ടാൻ പേടിക്കണോ വിചാരിക്കണോ? അവർക്ക് അവന്റെ വീട്ടിൽ കാണിച്ചാൽ മതി. അവന്റെ സംസ്കാരം. അവനാണ് അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. കൂടി കൊണ്ടുപോയി. ഇന്ന് മനഃപൂർ അജണ്ട പാസ്സാക്കാതെ നമ്മളത് കണ്ടുപിടിച്ച് വളരെ ബുദ്ധിപരമായി അറ്റൻഡൻസ് മാർക്ക് ചെയ്തപ്പോൾ ആ അറ്റൻഡൻസ് ബുക്ക് കൂടെ കീറണം. അപ്പൊ ഇവിടെ വഴക്കുണ്ടാക്കിയതിന്റെ ഭാഗമായി ആ വഴക്കിനുള്ള അറ്റൻഡൻസ് ബുക്കും കീറിയിട്ടുണ്ട്. അപ്പൊ നാളെ കോടതിയിൽ പോയാൽ സുഗതൻ ഒപ്പിട്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തില്ല. വളരെ ബുദ്ധിയായിട്ടുള്ള പ്ലാനാണ്. അതൊന്നും ഈ നടക്കത്തൊന്നുമില്ല. ഇവന്റെയൊക്കെ ഉണ്ടായി അവന്റെ വീട്ടിലുണ്ട്, പാർട്ടി ഓഫീസിലും. ഇവിടെ കോൺഗ്രസ് ആയിട്ട് നമുക്ക് പറയേണ്ടവൻ. നമ്മൾ ആളുകളായിരിക്കും, പക്ഷെ നമ്മളൊക്കെ നേരുള്ള ആൾക്കാരാണ്. നിങ്ങൾ മയക്ക് ഇരിക്കല്ലേ? ഈ രജിസ്റ്റർ കൊടുത്ത ജീവനക്കാരനുണ്ട്, ഇവിടുത്തെ ജീവനക്കാരൻ, അദ്ദേഹമാണ് കൊടുത്തത്. എന്താ സംഭവിച്ച പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് മതി. നിങ്ങൾ എന്താ സംഭവിച്ച രജിസ്റ്റർ? നിങ്ങൾക്ക് സംഭവിച്ച നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ഒപ്പിടാൻ വേണ്ടി കൊടുത്തിരുന്ന സമയത്ത് ഷിബ പാർട്ടിക്ക് എന്ന കൗൺസിൽ എന്റെ നിർബന്ധമായിട്ട് പിടിച്ചു വാങ്ങിച്ചതിന് ശേഷം ശബരിനാഥ് കൗൺസിലർ എടുത്ത് കൊടുത്തു. അദ്ദേഹമാണ് ഇത് എല്ലാവരെയും കാണിച്ചത്. നിങ്ങൾ തിരിച്ചു വെച്ചപ്പോൾ എന്താ പറഞ്ഞത്? തിരിച്ചു വെച്ചാൽ മിണ്ടരുതെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് നിങ്ങൾ തിരിച്ചു വെച്ചപ്പോൾ എന്താ പറഞ്ഞത്? മിണ്ടരുതെന്ന് പറഞ്ഞു. ആര്? ശബരിനാഥ് കൗൺസിലർ പറഞ്ഞ് മിണ്ടായിരിക്കുക അവിടെ എന്ന് പറഞ്ഞു. ഷിബ പാർട്ടി കൗൺസിലർ കൊടുത്തതല്ല, ഒപ്പിടാൻ വേണ്ടി വാങ്ങിച്ചിട്ട് നിർബന്ധമായിട്ട് തരാതെ പിടിച്ചു. ഞാൻ വേറെ ചോദിച്ചപ്പോ തന്നില്ല. അതിനുശേഷം ആ കൗൺസിലർ ശബരിനാഥ് കൗൺസിലർ എടുത്ത് അത് ഫോർവേഡ് ചെയ്ത് പിന്നെ എന്റെ കയ്യിൽ കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ കിട്ടിയില്ലല്ലോ. ഞാൻ വാങ്ങിയ പല പ്രാവശ്യം. അപ്പോഴാണ് പറഞ്ഞത് മിണ്ടരുത്, അവിടെ മിണ്ടായിരിക്കുന്നു പറഞ്ഞത്. അല്ല, ആരാ പറഞ്ഞ മിണ്ടായിരിക്കാനായിട്ട്? ശബരിനാഥ് കൗൺസിലർ കഴിഞ്ഞു. അതായത് യൂസഫ് വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരനാണ്. ഞാൻ മേയർ ആവുന്നതിന് മുമ്പ് തന്നെ യൂസഫ് എന്റെ സെക്ഷനിലുള്ള ആളാണ്. ഞാൻ മേയർ സെക്ഷനിൽ നിന്നും ആരെയും മാറ്റിയിട്ടില്ല. അങ്ങനെ